എന്റെ മകൻ അവർക്ക് കൊടുത്ത ധൈര്യം കൊണ്ട് അവർ ഇന്നും ആ ദുഷ്ടന്മാരോട് പോരാടിക്കൊണ്ടിരിക്കുക. അതേ അവൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ. ജീവിച്ചിരിപ്പുണ്ട്. ചരൺ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. സത്യം ഇന്നും ജീവനോടെ ഉണ്ടെങ്കിലും എല്ലാവരുടെ മുന്നിൽ സത്യം മരിച്ചിട്ട് 1 വർഷം തികയ. എന്നാൽ ചരൺ മരിച്ചിട്ട് 1 വർഷമായെങ്കിലും അവിടെയുള്ള ഓരോരുത്തരുടെ മനസ്സിനുള്ളിലും അവൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ജീവിക്കണമെങ്കിൽ അവനെപ്പോലെ ജീവിക്കണം. അവനെപ്പോലെ ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാവില്ല. ജീവിക്കണം. ചരണിനെ പോലെ ജീവിക്കണം എനിക്ക്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ജനക്ഷേമ പാർട്ടിയുടെ യൂത്ത് പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്ന ശരത് കുമാറിനോട് സംസാരിക്കാം. സാർ, വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഒരു കോളേജ് സ്റ്റുഡന്റിൽ നിന്ന് ഈ ഒരു സ്ഥാനത്തേക്ക് എത്താനുണ്ടായ കാരണത്തെക്കുറിച്ച് ഒരു 2 വാക്ക്. ഒരു ലീഡർ ആവണമെങ്കിൽ വളഞ്ഞ വഴികളൊന്നും പാടില്ല, കഷ്ടപ്പെടണം അതിന്. അതിനേക്കാൾ ഉപരി വിശ്വാസം, ഇവർക്ക് എന്നോടുള്ള വിശ്വാസം. ചില രാഷ്ട്രീയക്കാർ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തിട്ട് അവരെ വഞ്ചിക്കാറില്ലേ? അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാവില്ല. വിശ്വാസവഞ്ചന കാണിക്കുന്നവർക്ക് പിന്നെ ഒരു ചാൻസ്. എന്താടി, നിന്റെ മകൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? നീ തന്നെയല്ലേ അവനെ കൊന്നത്? പിന്നെന്താ ഒരു സംശയം? പിന്നെ എന്തിനാണ് എല്ലാവരും അവൻ ജീവിച്ചിരിപ്പുണ്ടോ